വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേലിയർ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാന്റെ കരം ഇസ്രായേലിനെതിരെ പ്രബലപ്പെട്ടു. മിദ്യാൻ മൂലം ഇസ്രായേൽ തങ്ങൾക്കായി മലകളിലുള്ള മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽ വിതച്ചാൽ മിദ്യാനും അമലേക്കും പൗരസ്ഥരും അവനെതിരെ വരുമായിരുന്നു. അവർക്കെതിരെ അക്കൂട്ടർ പാളയമടിക്കുകയും ഗാസ വരെ ദേശത്തിന്റെ വിളവ് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിൽ അവർ ജീവിതമാർഗം ആടോ കാലിയോ കഴുതയോ അവശേഷിപ്പിച്ചില്ല. കാരണം അവരും അവരുടെ കന്നുകാലികളും കയറി വരുമായിരുന്നു. വെട്ടുക്കിളി പോലെ കൂട്ടമായി അവരുടെ കൂടാരങ്ങൾ നീങ്ങിയിരുന്നു. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. നാട് നശിപ്പിക്കാനായി അവർ അവിടേക്ക് വന്നു. മിദ്യാൻ നിമിത്തം ഇസ്രായേൽ ഏറെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേലിയർ കർത്താവിനോട് നിലവിളിച്ചു. മിദ്യാൻ നിമിത്തം ഇസ്രായേലിയർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ഒരു പ്രവാചകനെ ഇസ്രായേലിയരുടെ പക്കലേക്ക് അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഞാനാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്. അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ ഈജിപ്തിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ ഞെരുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയും നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരെ പുറത്താക്കുകയും അവരുടെ ദേശം നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്ത് അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ ഭയപ്പെടരുത്. എന്നാൽ നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിച്ചില്ല. കർത്താവിന്റെ ദൂതൻ വന്ന് ഓഫ്രായിൽ അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിൻ കീഴിലിരുന്നു. അവന്റെ പുത്രൻ ഗിദെയോൻ മിദ്യാന്റെ മുൻപിൽ നിന്ന് ഒളിപ്പിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ശക്തനായ യോദ്ധാവേ, കർത്താവ് നിന്നോട് കൂടെ. ഗിദെയോൻ അവനോട് ചോദിച്ചു, അല്ലയോ എൻ്റെ യജമാനനെ, കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു? കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് വർണ്ണിച്ച അവിടുത്തെ അത്ഭുതങ്ങളെല്ലാം എവിടെ? ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിക്കുകയും മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിനക്കുള്ള ശക്തിയോടെ പോവുക. ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കും. ഞാനല്ലേ നിന്നെ അയക്കുന്നത്. അവൻ അവിടത്തോട് പറഞ്ഞു, അല്ലയോ എൻ്റെ യജമാനനെ, ഇസ്രായേലിനെ എങ്ങനെ ഞാൻ രക്ഷിക്കും? ഇതാ എൻ്റെ കുലം മനാസയിൽ നിസാരവും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെറുതുമാണ്. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉള്ളതിനാൽ ഒരാളെ എന്ന പോലെ മിദ്യാനെ നീ സംഹരിക്കും. അവൻ അവിടത്തോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ അങ്ങാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് എനിക്ക് വേണ്ടി ഒരടയാളം പ്രവർത്തിക്കണം. ഞാൻ വരുന്നതുവരെ ഇവിടെ നിന്ന് അകന്നു പോകരുതേ. എൻ്റെ കാഴ്ച കൊണ്ടുവന്ന് ഞാൻ അവിടുത്തെ മുൻപിൽ വയ്ക്കാം. അവിടുന്ന് അവനോട് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. അനന്തരം ഗിദെയോൻ പോയി ഒരു പെണ്ണാട്ടിൻകുട്ടിയെ പാകം ചെയ്തു, ഒരു ഏഫ മാവിൻ്റെ പുളിപ്പില്ലാത്ത അപ്പവും. അവൻ മാംസം ഒരു കുട്ടയിൽ വച്ച് ചാറ് ഒരു പാത്രത്തിലാക്കി അവിടുത്തെ അടുക്കൽ ഓക്കുമരത്തിൻ കീഴിലേക്ക് കൊണ്ടുവന്ന് അർപ്പിച്ചു. ദൈവദൂതൻ അവനോട് പറഞ്ഞു, മാംസവും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറയിലേക്ക് വച്ച് ചാറ് ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം നീട്ടി മാംസവും പുളിപ്പില്ലാത്ത അപ്പവും സ്പർശിച്ചു. പാറയിൽ നിന്ന് അഗ്നി ഉയർന്ന് മാംസവും പുളിപ്പില്ലാത്ത അപ്പവും വിഴുങ്ങി. കർത്താവിന്റെ ദൂതൻ അവന്റെ ദൃഷ്ടികളിൽ നിന്ന് അകന്നുപോയി. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് അപ്പോൾ ഗിദെയോൻ തിരിച്ചറിഞ്ഞു. ഗിദെയോൻ പറഞ്ഞു, ഹാ നാഥനായ കർത്താവേ, ഇതാ ഇപ്പോൾ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. അവിടെ ഗിദെയോൻ കർത്താവിനൊരു ബലിപീഠം പണിത് യാഹ്വേ ഷാലോം എന്ന് അതിനെ വിളിച്ചു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നുവരെയുമുണ്ട്. ആ രാത്രിയിൽ തന്നെ കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിന്റെ ഒരു കാളയെ എടുക്കുക, 7 വയസ്സുള്ള രണ്ടാമതൊരു കാളയെയും നിന്റെ പിതാവിന്റെ വക
ബലിപീഠം നീ തകർക്കുകയും അതിന്മേലുള്ള അശേര വെട്ടിക്കീറുകയും വേണം. എന്നിട്ട് ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു ബലിപീഠം പണിയുകയും രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നീ വെട്ടിക്കീറിയ അശേരായുടെ തടി കൊണ്ട് ഹോമയാഗം അർപ്പിക്കുകയും ചെയ്യണം. ഗിദെയോൻ തൻ്റെ ദാസന്മാരിൽ 10 പേരെ കൂട്ടി കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. എന്നാൽ തൻ്റെ പിതൃഭവനത്തെയും പട്ടണത്തിലെ ആളുകളെയും ഭയപ്പെട്ടതുകൊണ്ട് പകൽ സമയത്ത് ചെയ്യാതെ രാത്രിയാണ് അവൻ അത് ചെയ്തത്. പ്രഭാതത്തിൽ പട്ടണത്തിലെ ആളുകൾ ഉണർന്നപ്പോൾ ഇതാ ബാലിന്റെ ബലിപീഠം തകർക്കപ്പെട്ടിരിക്കുന്നു, അതിന്മേലുണ്ടായിരുന്ന അശേര വെട്ടിക്കീറപ്പെട്ടിരിക്കുന്നു. പണിയപ്പെട്ട പുതിയ ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാള ഹോമയാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ പരസ്പരം ചോദിച്ചു, ആരാണ് ഇക്കാര്യം ചെയ്തത്? അവർ അന്വേഷിച്ച് ആരാഞ്ഞിട്ട് പറഞ്ഞു, യോവാഷിന്റെ പുത്രൻ ഗിദെയോനാണ് ഇക്കാര്യം ചെയ്തത്. അപ്പോൾ പട്ടണത്തിലെ ആളുകൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ മരിക്കേണ്ടതിന് അവനെ പുറത്തു കൊണ്ടുവരിക. കാരണം അവൻ ബാലിന്റെ ബലിപീഠം നശിപ്പിക്കുകയും അതിന്മേലുണ്ടായിരുന്ന അശേരായെ വെട്ടിക്കീറുകയും ചെയ്തിരിക്കുന്നു. യോവാഷ് തനിക്കെതിരെ നിന്നിരുന്ന എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി വാദിക്കുകയാണോ? നിങ്ങൾ അവനെ രക്ഷിക്കുമോ? അവന് വേണ്ടി വാദിക്കുന്നവൻ പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദേവനെങ്കിൽ തനിക്ക് വേണ്ടി വാദിക്കട്ടെ. അവന്റെ ബലിപീഠമാണല്ലോ തകർത്തിരിക്കുന്നത്. ബാൽ അവനോട് കലഹിക്കട്ടെ, കാരണം അവൻ അവന്റെ ബലിപീഠം തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അയാൾ അവനെ ജെറുബാൽ എന്ന് വിളിച്ചു. മിദിയാനും അമലേക്കും പൗരസ്ത്യരുമെല്ലാം ഒരുമിച്ച് കൂടുകയും ജസ്രേൽ താഴ്വരയിൽ കടന്ന് താവളമടിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ചൈതന്യം ഗിദെയോനെ വലയം ചെയ്തു. അവൻ കാഹളം മുഴക്കി. അവന്റെ പിറകെ അബിയേസർ വംശം ഒന്നു ചേർന്നു. മനാസെ മുഴുവനിലും അവൻ ദൂതരെ അയച്ചു. അവന്റെ പിറകെ അവരും ഒരുമിച്ചുകൂടി. അങ്ങനെ തന്നെ ആഷേറിലും സെബുലൂനിലും നഫ്താലിയിലും അവൻ ദൂതരെ അയച്ചു. അവനെ കാണാൻ അവരും കയറി വന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങാണ് രക്ഷിക്കുന്നതെങ്കിൽ ഇതാ ഞാൻ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം കളത്തിൽ വിരിക്കുന്നു. രോമം കൊണ്ടുള്ള വസ്ത്രത്തിന്മേൽ മാത്രം മഞ്ഞുണ്ടാവുകയും ആ പ്രദേശം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് രക്ഷിക്കുമെന്ന് ഞാൻ അറിയും. അങ്ങനെ അവൻ രാവിലെ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞു. വസ്ത്രത്തിൽ നിന്ന് പാത്രം നിറയെ മഞ്ഞുതുള്ളി പിഴിഞ്ഞു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ സംസാരിക്കട്ടെ. വസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. വസ്ത്രം മാത്രം ഉണങ്ങിയിരിക്കട്ടെ, നിലത്ത് മുഴുവൻ മഞ്ഞും ഉണ്ടാകട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയിരുന്നു, നിലത്ത് മുഴുവൻ മഞ്ഞ് ഉണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. ജെറുബ്ബാലും അവൻ തന്നെ ഗിദെയോൻ അവനോടൊപ്പമുള്ള ജനം മുഴുവനും രാവിലെ എഴുന്നേറ്റ് എൻ ഹാരോദിന് സമീപം പാളയമടിച്ചു. അതിനു വടക്ക് മോറിയ കുന്നിന്റെ താഴ്വരയിലായിരുന്നു മിദിയാന്റെ താവളം. കർത്താവ് ഗിദെയോനോട് അരുളി ചെയ്തു, നിന്റെ ഒപ്പമുള്ള ജനം എണ്ണത്തിൽ കൂടുതലാകയാൽ ഞാൻ മിദിയാനെ അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. അല്ലെങ്കിൽ എൻ്റെ കൈയാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാർ എനിക്കെതിരെ വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഇപ്പോൾ ജനം കേൾക്കെ നീ വിളിച്ചു പറയുക, ഭയന്ന് വിറയ്ക്കുന്നവനായ ആരാണുള്ളത്? അവൻ ഗിലെയാദ് മലയിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. അപ്പോൾ ജനത്തിൽ നിന്ന് 21,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ അവശേഷിച്ചു. കർത്താവ് ഗിദെയോനോട് അരുളി ചെയ്തു, ജനം ഇപ്പോഴും അധികമാണ്. അവരെ നീ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ പോരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ പറയുന്നവനൊന്നും വരേണ്ട. അവൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. അപ്പോൾ ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, നായ നക്കി കുടിക്കുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് തൻ്റെ നാവുകൊണ്ട് നക്കുന്ന ഓരോരുത്തനെയും നീ മാറ്റി നിർത്തണം. അതുപോലെ തന്നെ കുടിക്കാനായി മുട്ടിന്മേൽ കുനിയുന്ന ഓരോരുത്തനെയും. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിക്കുന്നവർ 300 പേരായിരുന്നു. ജനങ്ങളിൽ അവശേഷിച്ചവർ വെള്ളം കുടിക്കാൻ തങ്ങളുടെ മുട്ടുകളിന്മേൽ കുനിഞ്ഞു. കർത്താവ് ഗിദെയോനോട് അരുളി ചെയ്തു, വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കും. മിദിയാനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ജനമെല്ലാം താതങ്ങളുടെ സ്ഥലത്തേക്ക് പോയിക്കൊള്ളട്ടെ. ജനം ഭക്ഷ്യസാമഗ്രികളും കാഹളങ്ങളും തങ്ങളുടെ കൈകളിലെടുത്തു. അപ്പോൾ 300 പേരെ നിലനിർത്തിയിട്ട് ബാക്കി എല്ലാ ഇസ്രായേൽക്കാരെയും താതാങ്ങളുടെ കൂടാരങ്ങളിലേക്ക് അവൻ പറഞ്ഞയച്ചു.
അവൻ നിന്നിരുന്നതിന് താഴെ താഴ്വരയിലായിരുന്നു മിദ്യാൻ താവളം. ആ രാത്രി കർത്താവ് അവനോട് അരുളിച്ചെയ്തു, എഴുന്നേറ്റ് പാളയത്തിലേക്ക് ഇറങ്ങുക, കാരണം അവനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് ഇറങ്ങാൻ ഭയമാണെങ്കിൽ നീ നിന്റെ ഭൃത്യൻ പൂരായുമൊത്ത് പാളയത്തിലേക്ക് ഇറങ്ങുക. അവർ പറയുന്നത് എന്താണെന്ന് നീ കേൾക്കണം. അതിനുശേഷം നിന്റെ കരങ്ങൾ ശക്തി പ്രാപിക്കുകയും നീ പാളയത്തിനെതിരെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ അവനും അവന്റെ ഭൃത്യൻ പൂരായും ആയുധധാരികളുടെ പാളയത്തിന്റെ അതിർത്തിയിലേക്ക് ഇറങ്ങിച്ചെന്നു. മിദ്യാൻകാർ, അമലേക്കുകൾ തുടങ്ങിയ പൗരസ്ത്യരെല്ലാം താഴ്വരയിൽ അസംഖ്യം വെട്ടുകിളികൾ പോലെ അടിഞ്ഞിരുന്നു. അവരുടെ ഒട്ടകങ്ങൾക്ക് എണ്ണമില്ലായിരുന്നു. അവ കടൽ തീരത്തെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഇതാ ഒരാൾ തൻ്റെ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു. മിദ്യാൻകാരുടെ താവളത്തിന് നേരെ ഒരു ബാർലി അപ്പം ഉരുണ്ടുവന്ന് കൂടാരത്തിൽ പ്രവേശിച്ച് അതിൽ തട്ടി അതിനെ തകിടം മറിച്ചു. കൂടാരം നിലംപരിച്ചായി. അവന്റെ സ്നേഹിതൻ മറുപടിയായി പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. മിദ്യാനെയും പാളയം മുഴുവനെയും ദൈവം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വപ്നത്തിന്റെ വിവരണവും അതിന്റെ വ്യാഖ്യാനവും ഗിദെയോൻ കേട്ടപ്പോൾ അവൻ കർത്താവിനെ ആരാധിച്ചിട്ട് ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, എന്തെന്നാൽ കർത്താവ് മിദ്യാൻ പാളയത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ 300 ആളുകളെ 3 ഗണമായി തിരിച്ചു. എല്ലാവരുടെയും കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളും അതിനുള്ളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, എന്നെ നോക്കി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇതാ ഞാൻ പാളയത്തിന്റെ ഒരരികിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാവരും കാഹളം മുഴക്കുമ്പോൾ പാളയം മുഴുവനും ചുറ്റുമായി നിങ്ങളും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറുന്ന നേരത്ത് തന്നെ ഗിദെയോനും അവനോടൊപ്പമുള്ള 100 പേരും പാളയത്തിന്റെ ഒരരികിലെത്തി. അവർ കാഹളങ്ങൾ മുഴക്കി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 3 ഗണങ്ങളും കാഹളങ്ങൾ മുഴക്കി ഭരണികൾ ഉടച്ചു. അവർ തങ്ങളുടെ ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ മുഴക്കുന്നതിനുള്ള കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു. അവരോരോരുത്തരും പാളയത്തിനു ചുറ്റും സ്വസ്ഥാനങ്ങളിൽ നിന്നു. സൈന്യം ഒന്നാകെ ഓടിപ്പോയി. അവർ നിലവിളിച്ചുകൊണ്ട് പലായനം ചെയ്തു. അവർ 300 കാഹളങ്ങൾ മുഴക്കി. അപ്പോൾ കർത്താവ് ഒരുവന്റെ വാൾ തൻ്റെ സ്നേഹിതനെതിരായും പാളയം മുഴുവനുമെതിരായും തിരിച്ചു. പാളയം സെറേറാത്ത ദിശയിൽ ബേർഷീദ വരെയും താബാത്തിനടുത്തുള്ള സെഫാത്ത് അബൽ മെഹോല വരെയും പലായനം ചെയ്തു. നഫ്താലിയിൽ നിന്നും ആഷേറിൽ നിന്നും മനാസെ മുഴുവനിൽ നിന്നുമായി ഇസ്രായേൽക്കാർ വിളിച്ചു കൂട്ടപ്പെട്ടു. അവർ മിദ്യാൻകാരെ പിന്തുടർന്നു. മിദ്യാൻകാർക്കെതിരെ ഇറങ്ങിച്ചെല്ലുവിൻ. ബേത്ബാറായും ജോർദാനും വരെ അവർക്കുള്ള ജലാശയങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുവിനെന്ന് പറയാനായി എഫ്രായിം മലമ്പ്രദേശം മുഴുവനിലും ഗിദെയോൻ ദൂതന്മാരെ അയച്ചു. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബേത്ബാറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. അവർ മിദ്യാനെ പിന്തുടർന്നു. ഓറേബ്, സേബ് എന്നീ 2 മിദ്യാൻ പ്രഭുക്കന്മാരെ അവർ പിടികൂടി. ഓറേബിനെ സൂർ ഓറേബിൽ വെച്ച് അവർ വധിച്ചു. സേബിനെ വധിച്ചത് യേഖേബ് സേബിൽ വച്ചാണ്. ഓറേബിന്റെയും സേബിന്റെയും ശിരസ് അവർ ജോർദാന്റെ മറുകരെ ഗിദെയോന്റെ അടുത്ത് കൊണ്ടുവന്നു. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം. പിതൃശിക്ഷണമുള്ളവനാണ് ജ്ഞാനിയായ മകൻ. ഗുണദോഷം കേൾക്കാത്തവൻ പരിഹാസകനാണ്. നീതിയുടെ ഫലത്തിൽ നിന്നാണ് ഒരുവൻ നല്ലത് ഭക്ഷിക്കുന്നത്. അവിശ്വസ്തരുടെ ആസക്തി അക്രമമാണ്. തൻ്റെ വായ് സൂക്ഷിക്കുന്നവൻ സ്വജീവൻ കാക്കുന്നു. തൻ്റെ അധരങ്ങൾ മലർക്കെ തുറക്കുന്നവന് നാശം. അലസൻ ആർത്തിയുള്ളവനും അവൻ്റെ ആസക്തി ഇല്ലായ്മയുമാണ്. സ്ഥിരോത്സാഹിയുടെ ജീവൻ കൊഴുക്കുന്നു. നീതിമാൻ വ്യാജവചനം വെറുക്കുന്നു. ദുഷ്ടൻ ദുഷ്പേരുണ്ടാക്കി അവജ്ഞാപാത്രമാകുന്നു. നിഷ്കളങ്കമാർഗിയെ നീതി കാത്തുകൊള്ളും. ദുഷ്ടത പാപത്തെ വഷളാക്കുന്നു. ധനികനെന്ന് നടിക്കുന്നെങ്കിലും ഒന്നും ഇല്ലാത്തവനും ദരിദ്രനെന്ന് നടിക്കുന്നെങ്കിലും ധാരാളം സമ്പത്തുള്ളവനും ഉണ്ട്. സമ്പത്ത് ഒരുവന്റെ ജീവന്റെ മോചനദ്രവ്യമാണ്. എന്നാൽ ഗുണദോഷം കേൾക്കാത്തവൻ ദരിദ്രനാണ്. നീതിമാന്മാരുടെ പ്രകാശം ശോഭനമാണ്. ദുഷ്ടന്മാരുടെ ദീപനാളം അണഞ്ഞുപോകും. ഔദിത്യം കൊണ്ട് മാത്രമാണ് കലഹമുണ്ടാക്കുന്നത്. ഉപദേശവിധേയരാകുന്നവരോട് കൂടെയാണ് ജ്ഞാനം.
വെറുതെ ഉണ്ടായ സമ്പത്ത് അല്പമായി തീരും. കൈകൊണ്ട് സമ്പാദിക്കുന്നവൻ അത് വർദ്ധിപ്പിക്കും. മാറ്റിവയ്ക്കപ്പെടുന്ന പ്രതീക്ഷ ഹൃദയത്തെ രോഗാതുരമാക്കുന്നു. നടപ്പാകുന്ന അഭിലാഷമോ ജീവന്റെ വൃക്ഷമാണ്. വചനത്തെ നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ ക്ഷതമേൽപ്പിക്കുന്നു. കൽപ്പന ആദരിക്കുന്നവനാണ് പ്രതിസമ്മാനിതനാകുന്നത്. മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഉതകും വിധം ജ്ഞാനിയുടെ പ്രബോധനം ജീവന്റെ ഉറവയാണ്. സദ്ബുദ്ധി പ്രീതി ഉളവാക്കുന്നു. അവിശ്വസ്തരുടെ മാർഗം അന്തമില്ലാത്തതാണ്. ഓരോ കുശാഗ്ര ബുദ്ധിയും വിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. ഭോഷനാകട്ടെ തന്റെ വിഡ്ഢിത്വം നിരത്തുന്നു. ദുഷ്ടനായ ദൂതൻ കുഴപ്പത്തിൽ ചാടുന്നു. വിശ്വസ്തനായ സ്ഥാനപതി മുറിവുണക്കുന്നു. ശിക്ഷണം അവഗണിക്കുന്നതാണ് ദാരിദ്ര്യവും അപമാനവും. ശാസനം സൂക്ഷിക്കുന്നവൻ ബഹുമാനിതനാകും. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേകുന്നു. തിന്മയിൽ നിന്ന് പിന്തിരിയുന്നത് ഭോഷർക്ക് മ്ലേച്ഛതയാണ്. ജ്ഞാനികളോടൊത്ത് നടക്കുന്നവനും ജ്ഞാനിയായിത്തീരും. ഭോഷരെ കൂട്ടുപിടിക്കുന്നവൻ കഷ്ടത്തിലാകും. പാപികളെ തിന്മ പിന്തുടരുന്നു. നീതിമാന്മാർക്ക് അവിടുന്ന് നല്ലത് പ്രതിസമ്മാനിക്കുന്നു. മക്കളുടെ മക്കളെയും അവിടുന്ന് നല്ലതിന് അവകാശികളാക്കുന്നു. പാപം ചെയ്യുന്നവന്റെ സമ്പത്ത് നീതിമാനു വേണ്ടി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കൃഷിയോഗ്യമായ നിലം ഭക്ഷ്യസമൃദ്ധമാകേണ്ടതായിരുന്നു. എന്നാൽ ന്യായമില്ലാത്തതിനാൽ അത് തുടച്ചു നീക്കപ്പെടുന്നു. മകനെ വെറുക്കുന്നവനാണ് വടി ഒഴിവാക്കുന്നത്. കാലേക്കൂട്ടി ശിക്ഷണ വിധേയനാക്കുന്നവനാണ് അവനെ സ്നേഹിക്കുന്നത്. ആത്മസംതൃപ്തിക്കായി നീതിമാൻ ഭക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ ഉദരം കാലിയായിരിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവനെ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരാണ് 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരോട് പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. നഷ്ടപ്പെട്ട എൻ്റെ ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെയും കുറിച്ച് എന്നതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീയാണ് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം അവധാനപൂർവ്വം അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, നഷ്ടപ്പെട്ട എൻ്റെ നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദേവദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസം.